ഹലോ ഗായ്സ് വെൽക്കം ടു മാർക്കറ്റ് അനാലിസിസ് വീഡിയോ. നമ്മുടെ പല വീഡിയോസുകളിലും നമ്മൾ പറഞ്ഞ കാര്യമാണ് അധികവും ട്രെൻഡിങ് ഡേ ഉണ്ടാവുന്നത് ഫ്രൈഡേ ആണ്. അതുപോലെ തന്നെ എക്സാക്ട്ലി കഴിഞ്ഞ ഫ്രൈഡേയും നല്ലൊരു ഷാർപ്പ് സെല്ലിംഗ് തന്നിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. മാർക്കറ്റ് നല്ലൊരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തിട്ട് ഒരു ഷാർപ്പ് റിവേഴ്സലാണ് നമുക്ക് കഴിഞ്ഞ ഫ്രൈഡേ മാർക്കറ്റ് തന്നിട്ടുള്ളത്. ഇതുപോലെ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിന് മുമ്പത്തെ ഫ്രൈഡേയിലെ ചാർട്ട് നോക്കുകയാണെങ്കിൽ അന്നും മാർക്കറ്റ് ഓൾ ടൈം ഹൈന്ന് നല്ലൊരു സെല്ലിങ് തന്നെയാണ് കഴിഞ്ഞ ഫ്രൈഡേയിലും നമുക്ക് മാർക്കറ്റ് തന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഈ ചാർട്ട്. ഇത് ഫ്രൈഡേയുടെ ചാർട്ടാണ്. കഴിഞ്ഞ ഫ്രൈഡേ അല്ല, അതിന് മുമ്പത്തെ ഫ്രൈഡേ. അന്നും നല്ലൊരു ഷാർപ്പ് സെല്ലിംഗ് ആണ് മാർക്കറ്റ് നമുക്ക് തന്നത്. എന്നിട്ട് മാർക്കറ്റ് ഒരു വീണ്ടും ഹൈയിലേക്ക് പോയി. ചാർട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മാർക്കറ്റ് ഹൈയിലേക്ക് പോയിട്ട് അവിടുന്ന് വീക്ക്നെസ് കാണിച്ചിട്ട് ഈ ഫ്രൈഡേ നല്ലൊരു സെല്ലിങ്ങിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. എനിവേ നമുക്ക് നമ്മുടെ കഴിഞ്ഞ അനാലിസിസ് വീഡിയോയിൽ പറഞ്ഞ ട്രേഡ് പ്ലാൻ എന്താണെന്ന് ഒന്ന് വിശദമായിട്ട് നോക്കാം. ഫസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുള്ള ട്രേഡ് പ്ലാൻ എന്ന് വെച്ചാൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് പ്രീവിയസ് ഡേ ലോ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ട്രേഡ് എടുക്കാം എന്നുള്ളതാണ് ഞാൻ കഴിഞ്ഞ അനാലിസിസ് വീഡിയോയിൽ ആദ്യം പറഞ്ഞൊരു ട്രേഡ്. ഇവിടെ ഒരു വ്യത്യാസം സംഭവിച്ചിട്ടുള്ളത്, നമുക്കൊരു ഗ്യാപ്പ് അപ്പ് കിട്ടി. ഞാൻ ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഇതിന് മുമ്പത്തെ വീഡിയോ കാണുക. ഗ്യാപ്പ് അപ്പിനെയും ഗ്യാപ്പ് ഡൗണിനെയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നൊരു വീഡിയോ ആണ്. നിങ്ങൾ തീർച്ചയായിട്ടും ആ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ട്രേഡിങ്ങിന് അത് ഒരുപാട് സഹായിക്കും. അതുകൊണ്ട് തീർച്ചയായും കാണുക. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്കിവിടെ ഒരു സെല്ലിംഗ് സൈഡ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. കാരണം മാർക്കറ്റിൽ അതിന് മുമ്പത്തെ 2 ദിവസം ഒരു വീക്ക്നെസ്സിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. ആ ബേസിലാണ് നമ്മൾ ഒരു സെല്ലിംഗ് സൈഡ് മാർക്കറ്റിൽ പ്ലാൻ ചെയ്തത്. പക്ഷേ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് തന്നു. അവിടെ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, എന്ത് ചെയ്യുമ്പോൾ ഗ്യാപ്പ് അപ്പ് ആണല്ലോ സ്ട്രെങ്ത്. ഗ്യാപ്പ് അപ്പിലാണെങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഗ്യാപ്പ് അപ്പ് എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് നമ്മൾ വിശദമായിട്ട് മനസ്സിലാക്കണം. പല ഗ്യാപ്പ് അപ്പുകളും നമുക്ക് കിട്ടുന്നത് US മാർക്കറ്റിനെ ബേസ് ചെയ്താണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റ് അതിന് മുമ്പത്തെ ട്രെൻഡ് എന്താണോ അതിനനുസരിച്ചാണ് നമുക്ക് ട്രേഡിങ് ചെയ്യാം. കാരണം ആ ഒരു ഗ്യാപ്പ് അപ്പ് ഉണ്ടായാലും ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എക്സാക്ട്ലി അതുപോലെ തന്നെ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ആയെങ്കിലും നല്ലൊരു ഷാർപ്പ് സെല്ലിങ് അവിടുന്ന് കാണാൻ പറ്റി. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഒരു ടെസ്റ്റിംഗ് നടന്നു, മാർക്കറ്റ് ഇവിടെ നിന്നും താഴെ പോയി. ഒരു ട്രേഡ് നമുക്ക് പോസിബിലിറ്റി ഉള്ളത് അവിടെ നമ്മൾ പറഞ്ഞതൊരു ട്രേഡ് തീർച്ചയായിട്ടും നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡ് തന്നെയായിരുന്നു. അതാണ് കഴിഞ്ഞ നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ. ഇനി മാർക്കറ്റിനെ നമുക്കൊന്ന് വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ, ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇതിന് മുമ്പത്തെ അനാലിസിസ് വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മൾ ഡെയിലി ക്യാൻഡിൽ ഒന്ന് അനലൈസ് ചെയ്തിരുന്നു. അന്നത്തെ വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് മാർക്കറ്റ് നിങ്ങൾക്ക് ഡെയിലി ക്യാൻഡിൽ ഒന്ന് സൂം ചെയ്ത് കണ്ടാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഇവിടെ മാർക്കറ്റിൽ ഒരു എൻ പാറ്റേൺ, അതായത് മാർക്കറ്റിൽ അപ്പായി പിന്നെയും ഡൗൺ ആയി പിന്നെയും അപ്പായിട്ട് ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തു. ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞത്, ഒന്നെങ്കിൽ ഇവിടെ നിന്ന് മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് കിട്ടണം, ഒരു അപ് ട്രെൻഡിലേക്ക് നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടണം. അല്ലെങ്കിൽ മാർക്കറ്റ് ചെറിയൊരു റീട്രേസ്മെൻ്റ് എടുത്തിട്ട് ഈ ഒരു ലെവലിൽ ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടി കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ കാണുക. കഴിഞ്ഞ വീഡിയോൻ്റെ മുമ്പത്തെ വീഡിയോ ആണത്. കഴിഞ്ഞത് ഗ്യാപ്പ് അപ്പും ഗ്യാപ്പ് ഡൗണിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇത് അതിന് മുമ്പത്തെ അനാലിസിസ് വീഡിയോയിലാണ് പറഞ്ഞത്. എക്സാക്ട്ലി അതുപോലെ തന്നെ മാർക്കറ്റ് ഒരു റീട്രേസ്മെൻ്റ് എടുത്ത് ഇവിടെ ടെസ്റ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഉള്ളത്. ഇനി നമുക്ക് അടുത്ത മാർക്കറ്റ് സെക്ഷനിൽ എന്തൊക്കെയാണ് പോസിബിലിറ്റി ഉള്ളത് എന്ന് നോക്കാം. ഫസ്റ്റ്, നമ്മളിപ്പോൾ മാർക്കറ്റ് കഴിഞ്ഞ ഫ്രൈഡേ നല്ലൊരു ഷാർപ്പ് സെല്ലിംഗ് ആണെങ്കിലും ലാസ്റ്റ് അവറിൽ ഒരു റീട്രേസ്മെൻറ്റ് തന്നിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. നമുക്കിപ്പോൾ ആ ഫ്രൈഡേയുടെ ലോയെ ഒരു
സ്ട്രെങ്ത് ഉള്ള സപ്പോർട്ട് ആവാനും സാധ്യതയുണ്ട്. ഇവിടെ നിന്നായിരിക്കും മാർക്കറ്റ് ഇനി റിവേഴ്സ് ആവാനുള്ള ഒരു പോസിബിലിറ്റി ഞാൻ കാണുന്നത്. സോ നമുക്ക് അതിനനുസരിച്ച് തന്നെ ആ ബേസ്ഡ് തന്നെ ഒരു ട്രേഡ് നോക്കാം. മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഒരു സെല്ലിംഗ് ആണ് എഗെയിൻ തരുന്നതെങ്കിൽ മാർക്കറ്റിലെ ഒരു റിവേഴ്സൽ ട്രേഡാണ് നമുക്ക് ഫസ്റ്റ് പ്ലാൻ ചെയ്യാനുള്ളത്. കാരണം മാർക്കറ്റ് ഓൾ ടൈം ഹൈ എന്ന് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള സെല്ലിങ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. കാരണം അങ്ങനെ ഒരു ഷാർപ്പ് സെല്ലിങ് ഒരിക്കലും വളരെ അപൂർവമായിട്ട് സംഭവിക്കാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഇനിയും വീക്ക്നെസ് കാണിക്കുകയാണെങ്കിൽ പോലും ഒരു അപ്സൈഡിലേക്ക് മൂവ്മെൻറ്റ് തന്നിട്ടായിരിക്കും ഇനിയും ഒരു സെല്ലിംഗ് സൈഡ് പോവുകയാണെങ്കിൽ തന്നെ സാധ്യതയുള്ളത്. സോ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് സെല്ലിംഗ് സിങ്ങാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ബൈയിങ് സൈഡ് തന്നെയാണ് ബെസ്റ്റ് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത്. ഇനി അതെല്ലാം ഓപ്പൺ ചെയ്തിട്ട് നല്ല ഷാർപ്പ് സെല്ലിങ് മാർക്കറ്റ് കാണിക്കുകയാണെങ്കിൽ, എന്നിട്ട് ഈ ഒരു ടെസ്റ്റിംഗ് ഇവിടെ ഒരു ടെസ്റ്റിംഗ് ഒക്കെ നടക്കുകയാണെങ്കിൽ കഴിഞ്ഞ പ്രീവിയസ് ഡേ ലോ ടെസ്റ്റിംഗ് ഒക്കെ നടന്ന് നല്ലൊരു ബ്രേക്ക് കടന്ന് വീണ്ടും റീടെസ്റ്റ് ഒക്കെ നടത്തിയിട്ടൊരു സെല്ലിംഗ് ആണ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ സെല്ലിംഗ് സൈഡിലേക്ക് നോക്കാം. സോ ഇത് രണ്ടും മാത്രമാണ് ഇപ്പോൾ അടുത്ത മാർക്കറ്റ് സെക്ഷനിലേക്ക് ഞാൻ കാണുന്ന ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത്. സോ ഇത് കൂടാതെ നമുക്ക് ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് കിട്ടുകയാണെങ്കിൽ പോലും നമ്മൾ ട്രേഡിംഗ് പ്ലാനിനനുസരിച്ച് ട്രേഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം മാർക്കറ്റ് നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് പെട്ടെന്ന് ഇൻ കേസ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണെങ്കിൽ പോലും നമുക്ക് കുഴപ്പമില്ല. നമ്മുടെ പ്ലാനിങ് അനുസരിച്ച് നമ്മൾ ട്രേഡ് ചെയ്യുന്നത് ആണ് ഏറ്റവും ബെറ്റർ. അതുപോലെ തന്നെ നിങ്ങളുടെ റിസ്ക് റിവാർഡ്, മണി മാനേജ്മെൻറ്റ് തുടങ്ങിയ കാര്യങ്ങൾ കൂടി കീപ്പ് ചെയ്ത് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു നല്ല ട്രേഡർ ആവാൻ പറ്റും. സോ നമുക്ക് എന്തായാലും നാളെ ഞാൻ വീക്കിലി വീഡിയോ കൂടി ഒന്നുമില്ല. കഴിഞ്ഞ വീക്കിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്തുകൊണ്ട് വിശദമായിട്ട് ഇനി അടുത്ത വീക്കിൽ എക്സ്പെക്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വീഡിയോ കൂടി നാളെ ചെയ്യാൻ ശ്രമിക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു മോട്ടിവേഷനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.